ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് ലോബ്സ്റ്റർ. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് ഇത് ചോന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? ആദ്യമായിട്ട് എപ്പോഴും എനിക്ക് ലോബ്സ്റ്റർ കഴിക്കാൻ തോന്നിയെന്ന് പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ആനിമേറ്റഡ് സീരീസ് കണ്ടുണ്ടോ? അതിൽ ഒരു ഷെഫ് ബീൻ എന്ന് പറഞ്ഞ എപ്പിസോഡ് ഉണ്ട്. അതിൽ പുള്ളിക്കാരൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ പുള്ളി വന്നിട്ട് ഐ നീഡ് ദാറ്റ് ബിഗ് ലോബ്സ്റ്റർ എന്ന് പറയുമ്പോൾ ടാങ്കിലോട്ട് നോക്കുമ്പോൾ ബീൻ ഞെട്ടും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടാണ് ടാങ്കിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഈ ലോബ്സ്റ്ററിനെ എടുക്കുന്നത്. ഇതുപോലത്തെയൊക്കെ ഒരുപാട് ഫുഡുകൾ കാണുന്നത് നമ്മൾ ഈ പണ്ട് ആനിമേറ്റഡ് സീരീസും ഇതുപോലെ സിനിമകളൊക്കെ, അതും ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോഴാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മറന്നുപോയി. മറന്നുപോയത് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. നമുക്ക് കഥ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ അന്നത്തെ ആ കാലം ഓർക്കുമ്പോൾ ഞാൻ ആയിരിക്കും, അന്നത്തെ കുഞ്ഞു മനസ്സിൽ തോന്നിയ കുറെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നടന്നൂലും. ഇനി നമുക്ക് എങ്ങനെ മാക്ക് ആൻഡ് ചീസ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മാക്രോണി വേവിക്കാൻ വെക്കാം. ആ നേരം കൊണ്ട് ഈതർ ബട്ടർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബേക്കൺ ഫാറ്റ് ആണ്. അതിലോട്ട് നല്ല ഫ്ലേവറിനായിട്ട് ഒനിയൻ ഞാൻ സോട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് മൈദമാവാണ് അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ആ സ്റ്റെപ്പാണ് ഞാനിവിടെ മറന്നുപോയത്. ഞാൻ നേരെ മിൽക്കും ക്രീമും ഒഴിച്ചു. അതിനുശേഷം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് മാവ് ചേർത്തത്. ആ മാവ് ചേർക്കുന്നത് ആ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് സ്പൈസ്നെസ്സിനായിട്ട് വേണമെങ്കിൽ ചില്ലി പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പൈസസ് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചീസ് ഇടാം. ഇതിൽ ഇഷ്ടമുള്ള ചീസ് യൂസ് ചെയ്യാൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിക്സഡ് ചീസാണ്. സോസ് സെറ്റായി വന്നതിന് ശേഷം ഇതിലോട്ട് മാക്രോണി ഇടാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. കുറേ ചീസൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ആൻഡ് ഇവിടെ ലോബ്സ്റ്റർ ഞാൻ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ബട്ടർ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പിന്നെ എൻ്റെ കുറച്ച് മാക്രോണി കൂടിപ്പോയ കാരണം ഇച്ചിരി ഡ്രൈ ആയി. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോസ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് കഴിക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ആൻഡ് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.